ഹലോ ഗൈസ്, എൻ്റെ പേര് റാഷി. ഞാനിവിടെ ഈ യൂറോപ്പിൽ ചെക്ക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ രാജ്യത്ത് ഫുഡ് ഡെലിവറി ചെയ്യണ ജോബ് ചെറിയൊരു കണ്ടൻ്റൊക്കെ ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാറിലാണ് ഞാൻ ചെയ്യണത്. ഫുഡ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. പിന്നെ ഇവിടെ എനിക്ക് നോർമലി വർക്ക് ഉണ്ട്. അതിൻ്റെ ശേഷം ഞാനൊരു 6 മണി മുതൽ 10 മണി വരെ 3.5 മണിക്കൂറാ അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യുക. വണ്ടി കുറേ കഴുകാനൊക്കെ ഉണ്ട്, കഴുകിയിട്ടൊന്നുമില്ല. അങ്ങനെ വണ്ടി അങ്ങനെ നോക്കണ ആളൊന്നല്ല ഞാൻ. എന്തിലിങ്ങനെ ഓടും അങ്ങനെ തന്നെ. പിന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ഏരിയ. എൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഇത് ഇവിടെയാണ്, ഏറ്റവും മേലെ. അതൊക്കെ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവുക മെയിനായിട്ട് ഇവിടെ ഫുഡ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടെ അതിൻ്റെ ഉള്ളിൽ ബാഗിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഏതിലോ ഓടണം എന്നൊക്കെ ഉള്ളത് കാണാൻ പറ്റും. അയ്യോ, ഓർമ്മയില്ല കേട്ടോ, തുറക്കട്ടെ. ഇതാണ് കാറ്. ഈ കാറ് 2007 മോഡൽ കേട്ടോ. 2007 മോഡൽ സ്കോഡ ഫാബിയ. കാറിനൊക്കെ ചീപ്പ് റേറ്റ് ആയതുകൊണ്ട് സുഖമാണ്, മേടിക്കാനും ഈസിയാണ് പർച്ചേസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു കമ്പനിയാണ് ഞാൻ ഫുഡ് ഡെലിവറി ചെയ്യണത്. കണ്ടോ, ഫുഡോറ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്പനിയിലാണ് ഫുഡ് ഡെലിവറി ചെയ്യണത്. ഇതിൻ്റെ വേറെ വേരിയൻ്റ് ബാഗൊക്കെ ഉണ്ട് കേട്ടോ. വേറെ ടൈപ്പ് വലിയ ബാഗുണ്ട്. പിസ്സയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് ചെറിയ ഇതൊക്കെ വരുമ്പോൾ ഇതെടുത്തിട്ട് പോയാൽ മതി, വലിയ കാനൊന്നും ഉണ്ടാവില്ല, ചെറുതാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇവിടെ സമയം എത്ര മണിയായി? അവിടെ സമയം 10:36, ഞായറാഴ്ച ദിവസട്ടാ. അപ്പം ഞാനിത് കണ്ട ഫുഡോറ ഈ ഒരു കമ്പനിൻ്റെ ഇതിലാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സമയം ബുക്ക് ചെയ്യണം. ഇപ്പോൾ ഓഫ്ലൈനാണ്, കണ്ടില്ലേ. അപ്പോൾ സമയം ബുക്ക് ചെയ്തിട്ടാണ് ഓടാൻ പറ്റുള്ളൂ. സി അവൈലബിൾ സെഷൻ. അപ്പോൾ ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് കണ്ട ബുക്ക് ചെയ്തത് 11:15 മുതൽ 8:45 വരെ. ഞായറാഴ്ച ദിവസമായത് കൊണ്ട് ഞാൻ ഫുൾ ടൈം ഓടാൻ വിചാരിച്ച്. ഹൈ ഡിമാൻഡ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, എന്തായാലും ഇനി ആ ഒരു സമയത്ത് ഓർഡർ വരുമ്പോൾ കാണിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതേ നോക്കിയേ, ഇതിലൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആപ്പിൽ. അതായത് നമ്മൾ 11:15 സ്റ്റാർട്ട് ചെയ്യും, 10:45 അപ്പോൾ അരമണിക്കൂർ മുന്നേ തന്നെ നമ്മൾക്ക് ബുക്ക്ഡ് സെഷൻ നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ ബുക്കിംഗ് ആയിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഞാൻ അരമണിക്കൂർ മുന്നേ തന്നെ സ്റ്റാർട്ട് കൊടുക്കട്ടെ. നമുക്ക് നോക്കാം എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഓർഡർ അടിക്കാന്ന്. ഇപ്പോൾ ഡിമാൻഡ് കുറവാണ്. ഒരു മാപ്പ് കാണിക്കുന്നില്ല, ഒരു പ്രാഗിൻ്റെ ഇത് പ്രാഗാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റെഡ് മാപ്പ്. അപ്പോൾ പ്രാഗിനെ പല ഏരിയ ആയിട്ട് തിരിച്ചിട്ട് 4 ഏരിയ ആയിട്ട് തിരിച്ചിട്ട് നോർത്ത് പാർട്ടിലാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഫുഡോറ എന്ന് പറയുന്നത് 4 ഏരിയ ആയിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ നോർത്തിലാണ് കൂടുതൽ നല്ല എപ്പോഴും നോർത്തിൽ തന്നെ. ഒരു പാർക്കിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ കാറിൽ ഓടുമ്പോൾ പാർക്കിങ് ഭയങ്കര ഇഷ്യൂ ആണ്. സെൻറ്ററിലൊന്നും പോകാൻ പറ്റില്ല, പാർക്ക് ചെയ്യാൻ സ്ഥലം തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് നോർത്താണ് എപ്പോഴും ബുക്ക് ചെയ്യൽ. ഇതിൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ, നോർത്ത്. അപ്പോൾ ഇതിലാണ് ഞാൻ ഓടൽ. എന്തായാലും നമുക്ക് നോക്കാം. ഞങ്ങൾക്ക് സ്റ്റാർട്ട് സെഷൻ കൊടുക്കാം. ബിഫോർ സ്റ്റാർട്ട് എഗ്രി ആൻഡ് സ്റ്റാർട്ട് നോക്കട്ടോ. ഒരു ഡിമാൻഡ് ചിലപ്പോൾ കുറവായിരിക്കും, നമുക്ക് എത്ര മിനിറ്റ് കൊണ്ട് വരും നോക്കാം. ഓക്കെ. അങ്ങനെ ഇതാണ് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊരു മെട്രോൻ്റെ ഒരു ഏരിയയാണ്. നമ്മുടെ കൊബിലീസി എന്ന് പറയും, കൊബിലീസി സ്ഥലത്തിൻ്റെ പേര്. മെട്രോൻ്റെ ഒരു തലയാണിത്. ഇവിടെ ഔട്ട്റേക്ക് ഇതേ ഒരു ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. 192 മെക്ഡൊണാൾഡ് 2 ഓർഡർ ഉണ്ട് കേട്ടോ. ഡ്രോപ്പ് ഓഫ് 192 ചെക്രോണാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഓർഡർ ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ. 182 ഓർഡർ ആക്സെപ്റ്റ് ചെയ്ത്. അപ്പോൾ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഏകദേശം ഓർഡർ വന്നെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒന്നെല്ലാം നാവിഗേറ്റ് ചെയ്യാം. ഇപ്പം ഒരു 5 കിലോമീറ്റർ ഉണ്ട് പോയിട്ട് എടുക്കാൻ. അതേമാതിരി തന്നെ തിരിച്ച് കൊണ്ടുവരാനുണ്ട്. 192 ചെക്രോൺ എന്ന് പറയുമ്പോൾ
കുഴപ്പമില്ലാത്തൊരു പൈസ കേട്ടാ. നോക്കാം. ഞാനിവിടെ ഓടാൻ വേണ്ടിയിട്ട് ഇത് വെയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ് ഉപയോഗിക്കുന്നത്. കൂടുതലും നമുക്ക് നല്ലതായിട്ട് വെയ്സ് ആപ്പാണ് യൂസ് ചെയ്യാൻ ഒന്നും കൂടി സുഖം കേട്ടോ. ഓക്കെ. ഇതിവിടെ പൊട്ടിയുണ്ടായിരുന്നില്ലേ, ഊരി മാറ്റണം. അത് സാധനം മൊബൈൽ വെക്കുമ്പോൾ തെറിച്ചു പോയി, സ്പ്രിങ്ങൊക്കെ പോയി. ഇപ്പോൾ സ്ഥലം അറിയണോണ്ട് കുഴപ്പമില്ല, നേരെ കൊണ്ട് പോയാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഇത് ഗൈസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രാം പോണോക്കി, ട്രാഫിക്ക് കുടുങ്ങിയല്ലോ. ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട്? 3.3 കിലോമീറ്റർ. കുറച്ചുണ്ട് പോകുന്നിട്ടാ. ടോട്ടൽ 4 സംതിങ് ആയിരുന്നു കിലോമീറ്റർ. ഇന്ന് ഞായറാഴ്ച ആയ കാരണം വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ നോർമലി ഓടലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, വർക്ക് കഴിഞ്ഞിട്ട് ഞാനൊരു 5 മണിയാകുമ്പോഴാണ് വീട്ടിലെത്തുക. അപ്പോൾ 1 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഭക്ഷണമൊക്കെ സെറ്റാക്കിയിട്ട് ഒരു 6 മണി 6:15 ആ സമയത്താണ് ഓടലിട്ടാ. 3 മണിക്കൂർ 3 മണിക്കൂർ മുതൽ 4-4.5 മണിക്കൂർ വരെ ഓടലുണ്ട് ഞാൻ. അങ്ങനെ യൂറോപ്പിലെ ഫുഡ് ഡെലിവറി മറ്റേ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ ആ ചെറിയ ബാഗിൽ ഇപ്രാവശ്യം എടുക്കാൻ പറ്റില്ല, വലിയ ബാഗിൽ എടുക്കണം. സാധനം പൊട്ടിപ്പോയി ഗൈസ്. ഇവിടെ വേറെ ഒന്ന് ഇരിക്കുന്നുണ്ട്, പക്ഷെ അത് ഇടക്കിടക്ക് താഴെ പോകുന്നുണ്ട്. ഈ വണ്ടി എടുക്കുമ്പോൾ കിട്ടിയിരുന്ന സാധനമാണ് കേട്ടോ, ഇടക്കിടക്ക് താഴെ പോകുന്നുണ്ട്. അപ്പം ഇനി വേറെ ചെറിയ പൈസക്ക് അങ്ങനത്തെ ഒന്നും കൂടി മേടിക്കണം. ഓക്കെ. കോൾ ചെയ്യുന്നുണ്ട് പ്ലീസ്, എടുക്കാൻ പറ്റുമെന്നറിയില്ല. എന്തായാലും വീഡിയോ ഒന്ന് പോസ്റ്റാക്കിടാൻ പറ്റുമോ? അപ്പോൾ അതേ നമ്മളിവിടെ സ്ഥലം എത്താൻ വെറും 840 മീറ്റർ ഉള്ളൂ കേട്ടോ. നോക്കാം. പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് പോലീസ് മതി. വീടെടുത്ത ആദ്യത്തെ വീഡിയോ കേട്ടോ, എൻ്റെ ആദ്യത്തെ വീഡിയോ ഇപ്പോൾ അങ്ങനെയല്ല. ആദ്യത്തെ വീഡിയോയിൽ തന്നെ പോലീസ് നോക്കിയെന്ന് പറഞ്ഞാൽ വളരെ മോശം. കിടക്കണണ്ട പോലീസ് കിട്ടണം. താഴെ പോയിട്ടുള്ള ഓട്ടോമാറ്റിക് കയറ്റിയാൽ നേരത്തെ തിരിച്ചുവെച്ചിരുന്നു. മറ്റേത് എന്ത് മൗണ്ട് നമുക്ക് റൈറ്റ് തിരിയണം. ഇവിടുന്നിട്ട് എന്തോ ഒരു തിരിയാം. ഇവിടെ പാർക്ക് ചെയ്യാം. വണ്ടികളൊന്നുമില്ല. ട്രാമിൻ്റെ ലൈനൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ട്രാം വരുന്നത് മെയിനായിട്ട് ശ്രദ്ധിക്കണം, നല്ല ഇട്ടിട്ടില്ല. എന്നിട്ട് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ, ഇതേത് നോക്കിയേ, 2 ഓർഡർ എടുക്കാണ്ട് ഒറ്റടിക്കാണ് അടിച്ചത്. ബാച്ച് ഓർഡർ എന്നൊക്കെ പറയില്ലേ. റെഡി ഇൻ അറൗണ്ട് 4 മിനിറ്റ്സ്. അതെ, രണ്ടും 4 മിനിറ്റ് എടുക്കും എടുക്കാൻ. നമ്മളവിടെ തന്നെ കേട്ടാ, എൻ്റെ റൂമിൻ്റെ അവിടത്തൊക്കെ തന്നെ അത് കൊടുക്കേണ്ടത് കൊബിലിസി. അപ്പോൾ കുഴപ്പമില്ല, സെറ്റായി. അപ്പോൾ ഗൈസ് ആദ്യമായിട്ട് 2 ഓർഡറുള്ളതുകൊണ്ട് തന്നെ എൻ്റെ പഴയ ഓടിയിരുന്ന ഫുഡ് ഡെലിവറി ചെയ്തിട്ട് ബോൾട്ട് ഫുഡ്
ഇത് സുഖമാണ്, തോന്നുമ്പോൾ ഓഫാക്കുക, തോന്നുമ്പോൾ ഓണാക്കുക. ഇഷ്ടമുള്ള സമയത്ത് നമ്മൾ ഇഷ്ടമുള്ള സമയത്ത് ഓടാം. പക്ഷെ പേയ്മെൻറ്റ് കുറവായതുകൊണ്ടാണ് മറ്റേക്ക് മാറി ഞാൻ. അതിൻ്റെ ബാഗ് എടുക്കട്ടാ, ഫുഡ് ഡോറുടെ ബാഗ് എടുക്കുകയാണ്. ഇവിടെ ഏത് ബാഗായാലും പ്രശ്നമൊന്നുമില്ല. ഫുഡ് ഡോറല്ല, ബോൾട്ടിൻ്റെ സാധനം കൊണ്ടുപോയാൽ മതി. പിന്നെ നമ്മൾക്ക് അങ്ങോട്ട് നടന്ന് പോവാം. കാറ്റ് ചെറിയൊരു തണുപത്ത് കാറ്റടിച്ചെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി തണുപ്പ് സീനാണ്. അങ്ങനെ ഏതോ ഒരു ഇന്ത്യക്കാരവിടെ നിൽക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കണം. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷനും ഉണ്ട്, മെട്രോ ഉണ്ട്, ട്രാമും ഉണ്ട്. എല്ലാം കൂടിയിട്ടുള്ള സ്ഥലമാണ് ഗൈസ്. അപ്പോൾ മെക്ഡൊണാൾഡിൽ നിന്നാണ് ഓർഡർ എടുക്കാനുള്ളത്. മെക്ഡൊണാൾഡ് എത്തിയിട്ടുണ്ട്. കണ്ട, നമുക്കിവിടെ ഓർഡർ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എടുക്കണം. അപ്പോൾ ഓർഡർ എടുത്തിട്ട് കാണാം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കയറിയെന്നുണ്ടോ കിട്ടിയിട്ടോന്ന് അറിയില്ല. ഓക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് ആൾക്കാരാണ് പണിയാണ്. അപ്പോൾ ഗൈസ് നമുക്കിത് ഏകദേശം ഒരു 10 മിനിറ്റ് പോസ്റ്റാക്കിയിട്ട് ഓർഡർ വന്നിട്ടുണ്ട്. കൺഫേം പിക്കപ്പ് കൊടുക്കട്ടെ കേട്ടോ, കൺഫേം പിക്കപ്പ്. ഓക്കെ, നമുക്ക് പോവാം. ഇത് 371 ചക്രമാണ് മേടിക്കണ വരെ എന്നിട്ടാ. ആയിക്കോട്ടെ, മേടിച്ചോളാം. നമുക്ക് പോയേക്കാം. ഒന്നുമില്ല കേട്ടാ, ഒന്ന് ഭയങ്കര വെയിറ്റ് സീനാണ്. എന്തായാലും നമുക്ക് നടന്ന് പോയേക്കാം. ഓക്കെ, വേണ്ടൊരു പട്ടിനെ പിടിച്ചിട്ട് ടീംസ് പോകാൻ നോക്കിയേ. എന്തോ വലിപ്പായി നോക്കിയേ. എൻ്റെ പോലത്തെ വേറെ നമ്മളെ കാറെത്തി. ഞങ്ങളുടെ കാറ് നീറ്റിട്ട ടയറ് കയറി കഴിയുമ്പോൾ കയറുന്ന ഭാഗ്യം കേട്ടോ. ഭാഗ്യമുണ്ട്. ബാക്കിലൊക്കെ വെച്ച് നമുക്ക് കസ്റ്റമറിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ഈ നോക്കിയ പോണ വഴി നോക്കിയ ഗോയ്സ് കൊള്ളാട്ടാ. ലെഫ്റ്റ് അടിക്കാനായി. അപ്പം എനിക്ക് വീഡിയോ ഒന്ന് പോസ് ആക്കിയിട്ട് എടുക്കും. ഹലോ ഗോയ്സ്, അപ്പം നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ അഡ്രസ്സിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് വിളിച്ചു നോക്കാം. ഒരു മിനിറ്റ്. ഹലോ ഗൈസ്, ഇത് ഇവിടെ ആയിരുന്നു ഞാൻ വിചാരിച്ച അവരുടെ ഡോർ നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ ഞാൻ കൊണ്ട് കൊടുത്തിട്ടാ. അപ്പോൾ അടുത്ത് നമുക്ക് ഏകദേശം 2 കിലോമീറ്റർ 2.2 ഉണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഓക്കെ, 371 മേടിക്കേണ്ടത്. പക്ഷെ അവർ 400 കേസ് തന്നു ഗൈസ്. ബാക്കി ടിപ്പാണ്, അത് പോക്കറ്റിൽ വെക്കാം. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ രണ്ടാമത്തെ ഓർഡറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ഓർഡർ പെട്ടെന്ന് വരുമോ നോക്കട്ടോ. കൺഫേം ഡ്രോപ്പ് ഓഫ്. ഓക്കെ, ഇതേ അടുത്ത ഓർഡർ വന്ന് കിടക്കുന്നുണ്ട് ഓൾറെഡി. യാം എന്ന് പറഞ്ഞിട്ട് 139 ഒറ്റ ഓർഡറുള്ളൂ. 139 ചക്രം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതിങ്ങനെ ആദ്യത്തെ വീഡിയോ ആയിട്ട് കാണിക്കുകയാണ്. ഓർഡർ ആക്സെപ്റ്റ് കൊടുക്കട്ടെ. അപ്പോൾ തെറ്റുകുട്ടികളൊക്കെ ക്ഷമിക്കണം. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ഇതെടുത്തിട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ ഹൈ ഡിമാൻഡാണ്, ഓർഡർ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുത്തത് കേട്ടോ. ഹലോ ഗൈസ്, അങ്ങനെ ഇത് നേരത്തെ ഓർഡറിൻ്റെ ശേഷം നിർത്താണ്ട് കൂടിയിരുന്നാണ്. 10:45 ഞാൻ ഓണാക്കിയത്. ഇപ്പോൾ ഇത് ഏകദേശം 12:58 1 മണിയാവണം. 11:45 12:45 2 മണിക്കൂർ. അപ്പോൾ നിർത്താണ്ട് ഓർഡർ ആയിരുന്നു കേട്ടോ. നമുക്ക് നോക്കാം എത്ര ഓർഡർ എടുത്തു എന്നുള്ളത്. ഇതെന്ന് കൂടിയതിൻ്റെ കണക്കാണത്. ഏകദേശം 7 ഓർഡർ എടുത്ത് കേട്ടോ. 734 ചക്രമാണ് കിട്ടിയിട്ടുണ്ട്. 734 ചക്രമാണ്. ഏകദേശം 29-30 യൂറോയുടെ അടുത്ത് കേട്ടോ. ഏരിയ കണ്ടില്ല, ഏകദേശം ഇത് ഏതോ ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ സോണിക്ക് തന്നെ തിരിച്ചു പോകണം.
അപ്പോൾ തിരിച്ച് പോട്ടെ ഗൈസ്. ഓക്കെ, അപ്പോൾ തിരിച്ച് പോയിട്ട് അടുത്ത ഓർഡർ എടുക്കട്ടെ. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 12:59 1 മണി ആയിക്കണം കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അങ്ങനെ ഗൈസ് നോക്കിയാൽ ഞാനൊരു ഓർഡർ എടുക്കാൻ വന്നു കേട്ടോ. ഇതെന്താ ക്ലിയറില്ലല്ലേ? ഇത് നോക്കിയാൽ 408 കേസ് ഇവിടെ കൊടുക്കണം. ഓക്കെ, കൊടുത്തേക്കാം. ഈ ഒരു ഏരിയയിലാണ്. ഇതിപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഏകദേശം അവിടെയൊക്കെ തന്നെയാണ്. റെഡി അറൗണ്ട് 5 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ഇതൊരു ചിൻസ്ക റെസ്റ്റോറൻറ്റ്സ് ബെയ്ഡായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്. എന്താ പേര്? അപ്പോൾ ഇതുവരെയൊക്കെ ഓർഡർ ഔട്ടം തന്നെയായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 2:30 ഉച്ച. അപ്പോൾ ഇത് ഏകദേശം ഞാൻ 11 ഡെലിവറി എടുത്ത് ഇത് 12ാമത്തേണ്. എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യാം. റെസ്റ്റോറൻറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. ചിൻസ്ക റെസ്റ്റോറൻറ്റാണ്, ചൈനീസ് റെസ്റ്റോറൻറ്റ്സ്. അവിടെ ഒന്ന് പോയോ കേട്ടോ. വണ്ടി നിർത്താൻ നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, പിന്നെ ചാർജും കുറവാണ്. നമുക്ക് പോയോ കേട്ടോ. എന്താണ് ഏരിയ? ഇങ്ങോട്ട് കിടക്കണം. ഇവിടെയാണ്. എന്താട്ടാ ചൈനീസ് എന്ന് തോന്നില്ലേ? അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചൈനീസ് റെസ്റ്റോറൻറ്റ് ചിൻസ്ക. ഇതിൻ്റെ ഉള്ളിൽ പോകുന്നത് കയറുമ്പോൾ തന്നെ നോക്കിയേ പറയുന്ന വെള്ളമൊക്കെ വരുന്നുണ്ട്. എന്താണോ ചോദിച്ചോക്കാം. മൊബൈലെടുത്തിട്ട് ഫുഡ് റോഷ് മാത്തന്നെ പോനെ 10 രൂപ പൈസ കൊടുക്കണം കേസ്. ഇതൊന്നും കൊടുക്കാം, ചില്ലറാക്കാം. 1000 കൊടുത്തിട്ട് ചില്ലറാക്കട്ടാ. എന്തപ്പം ഇരിക്കണൊക്കെ. Kolik 408 ja? Ano. Okay, prosím. Vy máte 8 korun? Máme ale auto. Jo, jo. Lihat Betul. 580. Ya ya, that's പൈസ കിട്ടി. Takdike Nestle. നമുക്ക് ഫോട്ടോ ഓർഡർ കൺഫേം ആക്കി. ഇനിയിപ്പോൾ അവരിൽ നിന്ന് 455 ചക്രമാണ് മേടിക്കണം. അപ്പോൾ പോയേക്കട്ടോ. ചില്ലറക്കിൽ ഇങ്ങോട്ടേക്കാം. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ഇറങ്ങി പറയുന്നത് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഓക്കെ ആയി. വെയിൽ നല്ല സണ്ണിയാണ് ഇന്നത്തെ കാലാവസ്ഥ, പക്ഷേ തണവുമാണ്. തണവുമുണ്ട്, കാറ്റുമുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് ഓറയിൽ ഒന്ന് ഫുഡ് കൊണ്ടു കൊടുക്കാം. ഇത്രയും നേരം കൊണ്ടുകൊടുത്ത് തന്നെയായിരുന്നു, പക്ഷേ സമയം ഇരിക്കാൻ നേരം കിട്ടില്ല. ഓർഡർ ഞാൻ മാത്രമേ ഉള്ളൂ ഒന്ന് കൊടുക്കാൻ. എന്തായാലും വേണ്ടില്ല. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എത്താനായിട്ടാണ്. ഓക്കെ, എന്നിട്ട് പോലീസ് വണ്ടി പോകുന്നുണ്ട്. നോക്കിയിട്ടും കൊണ്ടിട്ടൊക്കെ പോകണം. ഓക്കെ,
സൗണ്ട് ഉണ്ടാവും, മേടിക്കണം. പാർക്കിംഗ് ഇട്ട് വെക്കാം. കേട്ടോ, കസ്റ്റമറിനെ വിളിക്കാം. ഓക്കെ, കസ്റ്റമറിനെ വിളിച്ചു നോക്കാം. 9, 12. അവിടെ ലെഫ്റ്റിലാണ്, നമുക്ക് ഇവിടെയാണ് ഓർഡർ കൊടുക്കേണ്ടത് കേട്ടോ. Didan, tadi Fodoro. Prosim? Tadi Fodoro. Oh. Jo, zavolam, že je Fodora, jo? Jo, Fodora. Tak Jo. zadzvoňte prosím na zvonek a já vám otvorím. Jo, já musím nahoru, no? A, Jo, tak počkej, jo, já běžím tam, jo? je to první patro. Jo, první patro, jo? Počkej, jo? Jo. Jo, díky. മേലെ കൊണ്ടുകൊടുക്കണം ഗൈസ്. അപ്പോൾ എന്തായാലും കൊണ്ടുകൊടുത്തിട്ട് കാണാം കേട്ടോ. ഓക്കെ, അങ്ങനെ ഗൈസ് ഇത് ഓർഡർ കൊടുത്തു കഴിഞ്ഞ് അപ്പോൾ തന്നെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഈവനിങ് ആണ് കേട്ടോ. എത്ര ഓർഡർ ആയി അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. ഇപ്പോൾ ഓർഡർ കഴിയുമ്പോൾ തന്നെ അപ്പം തന്നെ വരികയാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ കാർമ വെക്കണ സാധനമില്ല. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്തെന്നുണ്ടെങ്കിൽ പിന്നെ കാർമ വെക്കാം. പിന്നെ കൈ പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ റിസ്ക്കാണ്, ഞാൻ കൈ പിടിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും ഇനി ഈവനിങ് ആണ് കേട്ടോ. ഓക്കെ, ഹലോ ഗൈസ്. അമ്മേ, അപ്പോൾ അതെ നമ്മൾ സമയം ഇത് നോക്കിയേ, ഈവനിങ് രാത്രിയായി 8:53. എൻ്റെ ഷിഫ്റ്റും 8:45 തീർന്നു കേട്ടോ. ഞായറാഴ്ചയാണ് ഞാൻ ഓടിയത്. ഞായറാഴ്ച ഞാൻ ഫുൾ ടൈം ഓടലുണ്ട്. ബാക്കിയുള്ള ദിവസമൊക്കെ ഞാൻ ഓടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 3-3.5 അല്ലെങ്കിൽ 4 മണിക്കൂർ 4.5 മണിക്കൂറൊക്കെയാണ് ഓടുക. ഇന്ന് ഞാനിത് 9.5 മണിക്കൂർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എത്ര കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. പേയ്മെൻറ്റ്സ് ഞായറാഴ്ച നമുക്ക് ഏകദേശം 2556 ചെക്കറോണ് കയറിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 101 യൂറോക്കാണ് ഞാൻ ഓടിയത് ഇന്ന്. ഓക്കെ, കിളി പോയി കേസ്. എനിക്ക് വീഡിയോ എടുക്കാനായി ഞാൻ കാറിൻ്റെ മറ്റേ മൗണ്ടിലെ മൊബൈലിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറവുകളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. പിന്നെ മെല്ലെ ശരിയാക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നല്ല വിശപ്പുണ്ട്, ഫുഡ് ഉണ്ടാക്കാനും വയ്യ, എന്തെങ്കിലുമൊക്കെ മേടിക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിച്ച് തിന്നട്ടെ. അപ്പോൾ ഇന്ന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നാളെ വൈകിട്ട് ഓടും. ഓക്കെ, അപ്പോൾ എന്തായാലും പിന്നത്തെ ഒരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ.